മനുഷ്യ കൊച്ചു കാണും. അവൻ കണ്ടോട്ടേന്ന്, അവന്റെ അച്ഛനമ്മയെ സ്നേഹിക്കുന്നതല്ലേ. അയ്യോ അതങ്ങനെയല്ല, നിങ്ങൾ വിട്ട്. നോ, നെവർ. ഓ ഇതാ ഡാനി ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവൻ ഇങ്ങനെയാ. അതൊക്കെ നേരത്തെ പറയണ്ടേ? നേരത്തെ പറയാൻ സമ്മതിച്ചോ? എസ്രാ, ഡോണ്ട് ഡു. അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യും. ദേ എന്ത് വേണം നിങ്ങൾ ചെയ്തോ, പക്ഷെ എന്റെ കൊച്ചിന് മുമ്പിൽ നിന്ന് നിങ്ങളൊന്നും ചെയ്യരുത്. ഇതെല്ലാം വന്ന് ഞങ്ങളോട് വന്ന് പറയും. അതുകൊണ്ട് സൂക്ഷിച്ച്. അവൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് കയറി വന്നതാ. സോ കണ്ടില്ല. ഇനിയിപ്പോ അത് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും കുഴപ്പമില്ല. യു ഗൈസ് കണ്ടിന്യൂ. ഞങ്ങൾ ഇവനെ കൊണ്ടുപോക്കോളാം. പപ്പൂസേ ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. അന്നമോളെ, ഞാൻ അവനെ കണ്ടില്ലടി. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഡാനി നിനക്ക്. വേണങ്ങല്ലേ പെണ്ണെ, ഇങ്ങോട്ട് വാ. അവരെന്തായാലും പോയി തന്നില്ലേ, ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മനുഷ്യ സമയം എത്ര നോക്കിയ നിങ്ങൾ ഓഫീസിൽ പോവാൻ നോക്ക്. അങ്ങനെ പറയല്ലേ? ഞാൻ പറയും. ചെല്ലു വേം പോവാൻ നോക്കിയേ. ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്ര ജനിച്ച പിന്നെ 24/7 നീ അവന്റെ കൂടെയാ. എന്നൊന്നും വേണ്ട. ശരി, മനസ്സിലാവുന്നുണ്ട് എനിക്കല്ല. ദേ ഡാനി, കുഞ്ഞു കുട്ടികളെ സ്വഭാവം എടുക്കരുത് കേട്ടോ. ഞാൻ നിന്റെ കുഞ്ഞല്ലേടി, നിനക്കെന്നെ അങ്ങനെ കണ്ടുകൂടേടി. ശരി. അമ്മയുടെ പൊന്നാരാ? നാന. അവിടെ ചക്കരേരാ? നാന. അവിടെ തക്കട് പണിയാരാ? നാന. ചെല്ല് പോ. ബൈ. ലവ് യു. ലവ് യു മോർ. സർ. യെസ്. സാറിനെ കാണാൻ ഒരാളെ വന്നേക്കുന്നു. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല, അർജന്റാന്ന് പറഞ്ഞു. ഓക്കെ, കോൾ ഹിം ഇൻസൈഡ്. ഓക്കെ സാർ. ആരാ? ജോഷുവ ഡാനിയൽ, റൈറ്റ്? യെസ്. ആൻഡ് ബൈ ദ വേ, ഹു ആർ യു? ഐ ആം തോമസ് സെബാസ്റ്റ്യൻ. ഈ പേര് ഞാൻ എവിടെയോ. ഹന്നയുടെ അങ്കിളാ. ഓ, എന്താ ഇവിടെ? എനിക്ക് ഹന്നയുടെ വീട് എവിടെയാണെന്നറിയില്ല. അതുകൊണ്ട് മോന്റെ കമ്പനി ഫേമസ് ആയതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു വന്നതാ. എനിക്കൊന്ന് ഹന്നനെ കാണിച്ചു തരോ? അർജന്റ് ആണോ അങ്കിൾ? വെരി അർജന്റ്. ഓക്കെ, ഞാൻ ലീവ് എടുത്തിട്ട് അങ്കിളിന്റെ കൂടെ വരാം. ഓക്കെ, ശരി. ആ ഡാനി, എന്താ നേരത്തെ? ദേ, ഇദ്ദേഹത്തിന് നിന്നെ കാണണമെന്ന് പറഞ്ഞു. ആർക്ക്? ദേ. എന്താ ഇവിടെ? എനിക്ക് മോളോട്. എന്നോടൊന്നും സംസാരിക്കണ്ട, എനിക്കൊന്നും കേൾക്കാനുമില്ല. എല്ലാം ഞാൻ മറന്നു വന്നതാ. ഇനി എന്നെ ഒന്നേന്ന് ഓർമ്മിപ്പിക്കരുത് പ്ലീസ്. എന്നെ ദയവ് ചെയ്ത് വിട്ടേക്ക്. എനിക്ക് എന്റെ കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കണം. ഞാൻ കാലു പിടിക്കാം. മോളെ പ്ലീസ്, മോള് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താ ഞാൻ നിങ്ങൾ പറയേണ്ടത് കേൾക്കേണ്ടത്? എനിക്ക് ആവശ്യമുള്ള സമയത്ത് എന്നെ ഒറ്റയ്ക്കാക്കി പോയവരല്ലേ നിങ്ങളൊക്കെ. നിങ്ങൾ പറഞ്ഞത് കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. പ്ലീസ് മോളെ, മോളോടൊന്നും പറയേ. ഞാൻ പറഞ്ഞതൊന്ന് കേൾക്കാൻ പറയേ. ഹൻ പ്ലീസ്, പുള്ളി ഇത്രയും ദൂരം വന്നതല്ലേ, ആൾക്ക് എന്താ സംസാരിക്കാനുള്ളതെന്നൊന്ന് കേൾക്ക് നീ. എനിക്ക് കേൾക്കേണ്ടതല്ലേ പറഞ്ഞത്? സേവ്യർ മരിച്ചു. ഇന്നലെ രാത്രി അവൻ മരിച്ചു. അവന്റെ ശവം മണ്ണിലെ പുഴുക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതിന് മുമ്പ് നിന്നെ അവനൊന്ന് കാണുന്നു പറഞ്ഞിട്ടുണ്ട്. ശവമാണെങ്കിൽ കൂടി അവന്റെ ആത്മാവ് അവിടെ ചുറ്റി നിൽക്കുന്നുണ്ടാവും. നിന്റെ ഒരു നോക്ക് കാണാനായിട്ട് ഒരൊറ്റ പ്രാവശ്യം വന്നു നീ ആ കർമ്മത്തിൽ പങ്കെടുത്താൽ മതി. ഇപ്പോഴും ആ ബോഡി ഫ്രീസറിലിരിക്കുക, വെച്ചിട്ടില്ല. നീ വരാതെ എങ്ങനെയാന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ പ്രാവശ്യം നീ വന്ന് അതൊന്ന് വെച്ച് മോള് പൊക്കോ. ഒന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല. വിദൂരേ നീലാത്താരമായി നീ മിഴിച്ചിമ്മി നിന്നിടുമോ? വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ വരും. അതില്ലാതെ വയ്യുന്നു നെഞ്ചോരം നീ മാത്രം ഉയരേ. ഇനി എനിക്ക് പോവാലോ? പൊക്കോ. നീ എങ്ങോട്ട് പോണെന്നാ പറയുന്നേ? നിനക്ക് സത്യങ്ങളൊന്നും അറിയണ്ടേ? ക്ലാരാൻറ്റി, എനിക്കൊന്നും സംസാരിക്കാനില്ല. പക്ഷെ എനിക്ക് സംസാരിക്കാനുണ്ട്. എന്ത്? എന്റെ അമ്മയെ കൊന്ന ആളെ കുറിച്ച് പ്രശംസിക്കാനോ? ഇപ്പോഴും നീ അവൻ അങ്ങനെ തന്നെ കാണുന്നേ? ആ മരിച്ചത് നിന്റെ അച്ഛനാ. എന്തച്ഛൻ? എന്റെ അമ്മയെ മുമ്പിലിട്ട്
എന്റെ കൺമുമ്പിലിട്ട് കുത്തിക്കൊന്നത് ഞാൻ കണ്ടതാ. അത്ര വലിയ തെളിവ് പോരെ ഞാൻ അയാളെ വെറുക്കാൻ? ഇത്രയും കാലം അയാൾ ജയിലിൽ കിടന്ന് അനുഭവിച്ചപ്പോഴും എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും കൊത്തു നോക്കി അടിക്കണം തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള കാലം എങ്ങനെ ഞാൻ ജീവിച്ചെന്ന് എനിക്കറിയില്ല. ദേ ഇവരുള്ളത് കൊണ്ടാ ആത്മഹത്യ ചെയ്യാണ്ട് ഞാൻ ജീവിച്ചത്. ഇപ്പൊ എനിക്കൊരു കുടുംബമുണ്ട്, ഒരു കുഞ്ഞുണ്ട്, ഒരു ഭർത്താവുണ്ട്. എനിക്കത് മതി. ഇനി ഇയാളെ കുറിച്ച് എനിക്ക് കേൾക്കണ്ട. മോളെ, ഒരു പ്രാവശ്യം നീ ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട, ആ കുട്ടിക്ക് കേൾക്കണമെന്നല്ലേ പറഞ്ഞത്? എന്റെ പെങ്ങളുടെ കൊച്ചാവള്. അവളെ നോക്കേണ്ട എല്ലാ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇനി അവളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആരും കടന്നു വരരുത് പ്ലീസ്. ഇവ താനിതിൽ വിശ്വസിക്കുകയാണോ? ഞങ്ങൾ പറയുന്നതൊന്ന്. വേണ്ട, നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. സാമുവൽ പ്ലീസ്, നോ. ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുപോവാണ്. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞില്ലേ? ശരി ശരി, പോണേക്കാളും മുമ്പ് ഇതെടുത്തോ. ഇതെന്താ? ഇത് നിനക്ക് നിന്റെ അച്ഛൻ നിന്റെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കളാണ്. എനിക്കതൊന്നും വേണ്ട. അയാൾ സമ്പാദിച്ചു കൂട്ടിയതല്ലേ, അതിനൊരു ചില്ലി പൈസ എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെ പറഞ്ഞാലേ പറ്റൂ. നിങ്ങൾ ഇവിടുത്തെ വല്ല അനാഥാലയത്തിലോ ഓൾഡ് ഏജ് ഹോമിലോ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്ക്. ജീവിച്ചിരുന്ന കാലത്ത് അതെല്ലാം അവൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നിന്റെ ഊഴാണ്. ഇതെല്ലാം നിനക്കാ. നീ ഇത് നോക്കി നടത്തേണ്ടത്. ശരി, ഇത് ഞാൻ വേറെ ആരെങ്കിലും എഴുതി വെച്ച് കൊടുത്തോളാം. കുഞ്ഞ്, മോൻ അവളുടെ ഭർത്താവാണല്ലേ? എന്താ പേര്? ഞാൻ ഡാനിയൽ ജോഷുവ. മോൻ ഇത്തിരിയെങ്കിലും ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് അവളോടൊന്ന് പറയണം. ഞങ്ങൾ മുഴുവൻ പറയുന്നത് കേൾക്കാനായിട്ട്. അവൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഞാൻ അവളോട് സംസാരിക്കാൻ ആൻറ്റി. എന്താന്ന് വെച്ചാൽ അവൾ തീരുമാനിക്കട്ടെ. അവളുടെ ചോയ്സ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാവും കുഞ്ഞെ, പക്ഷെ അവൾ അറിയാത്ത കുറേ സത്യങ്ങളുണ്ട്. അതൊക്കെ അവൾ അറിയണം. അവൾ അവളുടെ അച്ഛനെ വെറുക്കുന്നത് ആവശ്യമില്ലാണ്ട. അവൻ ഈ വെറുപ്പിനൊന്നും ഒരു അർഹനല്ല. പക്ഷെ എന്ത് ചെയ്യാൻ? ഞാൻ സംസാരിക്കാം അവളോട്. ശരി കുഞ്ഞെ, നന്നായി വാ. അന്ന, എന്തിനാ ഇപ്പൊ ഇരുന്ന് കരയുന്നേ? അയാളെന്റെ അമ്മേനെ കൊന്നിട്ടുണ്ടെങ്കിലും എനിക്ക് അച്ഛനല്ലാണ്ടാവുന്നില്ലല്ലോ. ഒന്നിനെങ്കിലും കുറെ കാലം എന്നെ നോക്കിയതല്ലേ. ഹന, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ നിന്റെ അച്ഛൻ തന്നെയാ നിന്റെ അമ്മയെ കൊന്നേന്ന്? പിന്നല്ലാണ്ട് ഡാനി, ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ. അതൊക്കെ തെറ്റാണെന്നാണോ? ഞാൻ അപ്പൊ ഇമാജിൻ ചെയ്ത് കൂട്ടിയതാണെന്നാണോ? ഹേ, കാം ഡൗൺ ബേബി. ഞാൻ അങ്ങനെയല്ല. നീ തെറ്റാണെന്നോ നീ കണ്ടത് ശരിയല്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ആ അങ്കിൾ ആൻറ്റിയും പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നു എന്തോ അവരെടുത്തുണ്ട് എന്തോ സത്യം. അത് നമുക്കറിയണ്ടേ. നീ ഇങ്ങനെ ശത്രുത കാണിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നടന്നത് എന്താണെന്ന് അറിയില്ലല്ലോ. ഇതുവരെ അച്ഛൻ എന്തിനാ അമ്മ അങ്ങനെ ചെയ്തേന്ന് പോലും നീ ചോദിച്ചിട്ടില്ല. അതറിയണ്ടേ നിനക്ക്? ആ ദിവസത്തിന് മുമ്പ് വരെ നിന്റെ അച്ഛനും നിന്റെ അമ്മയും ഹാപ്പി ആയിരുന്നില്ലേ? ഒരുപാട് ഹാപ്പി ആയിരുന്നു. എന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അത്രയും ഹാപ്പിയായ അച്ഛനും അമ്മയും എങ്ങനെ അങ്ങനെ തെറ്റിപ്പിരിഞ്ഞു? അങ്ങനെ കൊല്ലാൻ തക്കതായ എന്ത് കാര്യം ഉണ്ടായത്? ഇതൊക്കെ അറിയണ്ടേ? എന്തായാലും എത്ര വർഷമായില്ലേ. ഈ പകയൊന്നും മനസ്സിൽ കൊണ്ടെടുക്കാണ്ട് കാര്യം എന്താന്ന് പോയി ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. പക്ഷെ ഡാനി, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല. നിനക്ക് എപ്പോ അതൊക്കെ അറിയണമെന്ന് തോന്നുന്നു അപ്പൊ നോക്കിയാൽ മതി. അതുവരെ ഞാൻ നിന്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടാവും. നീ എന്ത് ചോയ്സ് എടുത്താലും കൂടെ കാണും. ലവ് യു ഡാനി. ലവ് യു മോർ. കുറുമ്പി ഓടല്ലേടി. ദേ പപ്പയോട് പറഞ്ഞു കൊടുത്ത് അടി വാങ്ങിപ്പിക്കും ഞാൻ. ഇല്ല, ഞാൻ എന്റെ മോളൊന്നും ചെയ്യില്ല. ഇടി വേണ്ടട്ടോ. ഹോ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒറ്റ കിട്ടും. ഞാൻ പോണു. അമ്മ പെണിങ്ങനെ എന്ത് ചെയ്യും? അമ്മ നമുക്ക് പോയി സൂപ്പിടാം. എങ്ങനെ? അച്ഛൻ നമ്മുടെ വലത്തെ കവളിലും ഞാൻ നമ്മുടെ ഇടത്തെ കവളിലും ഉമ്മ കൊടുക്കാം. ഓക്കെ, സെറ്റ്. ഉമ്മ. 2 എണ്ണത്തിനെ കൊണ്ട് ഞാൻ തോറ്റു. ഡാനി. ഓ, എന്താ? അത് പിന്നെ നമുക്ക് തോമസ് അങ്കിളിനെ പോയി കാണാം. പിന്നെന്താ, നീ വേഗം പോയി റെഡിയാവും. ഞാൻ അപ്പോഴത്തേനും കുളിച്ചിട്ട് വരാം. ശരി. ക്ലാര, ആ മരുന്ന് അങ്ങോട്ട് വെക്കേ. ആ ചായ.
ഇതാര് മക്കള്? കേറുക, ഇരിക്കേ. നമസ്കാരം അങ്കിൾ. ആ നമസ്കാരം മോനെ, ഇരിക്കട്ടോ. ക്ലാര, ആ ചായ. 2 ഗ്ലാസ് ജ്യൂസ് എടുത്തേ. എന്തിനാ? ദേ ആരാ വന്നേക്കുന്നേ നോക്കിയേ. അന്ന മോളെ, മോളിതെപ്പോ വന്നു? മോളിരിക്കെ, ഞാൻ വേഗം വെള്ളം എടുത്തിട്ട് വരാം. നിൽക്ക് ക്ലാരാൻറ്റി, തോമസ് അങ്കിൾ, ഞാനിവിടെ വെള്ളം കുടിച്ചിരിക്കാൻ വേണ്ടി വന്നതല്ല. എനിക്ക് അറിയേണ്ട സത്യങ്ങളൊക്കെ അറിയണം. വേഗം അത് പറയ്. എങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ എല്ലാം നീ ഒന്നേന്നറിയണം. നീ ആരാ, നിൻ്റെ അമ്മ ആരാ, നിൻ്റെ അച്ഛൻ ആരാ, എല്ലാം അറിഞ്ഞതിന് ശേഷം ഒരു കുറ്റബോധം മോളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ടോ അവൻ അതെന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. അതായിരിക്കണം അവൻ ഒരിക്കലും സത്യം തുറന്നു പറയാൻ നിൻ്റെ അടുത്ത് വരാണ്ടിരുന്നത്. പക്ഷേ എനിക്കങ്ങനെയല്ല. എൻ്റെ അനിയൻ അനുഭവിച്ചതൊക്കെ ഞാൻ കണ്ടു നിന്നവനാ. അപ്പോൾ ഇത് നീ അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടിയെന്ന് വരില്ല. നിന്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ഒരിക്കലെങ്കിലും നീ ഐവനോടോ സാമുവിനോടോ ചോദിച്ചിട്ടുണ്ടോ? അതൊരു കരാറുറപ്പിക്കലായിരുന്നു, പൈസയ്ക്ക് വേണ്ടി. അതുപോലെ എൻ്റെ സേവ്യർ എന്തായിരുന്നെന്നറിയോ? അവനൊരു ഗ്രേറ്റ് മാഫിയ ആയിരുന്നു. ലോകമെല്ലാം കിടുകിടാ വിറപ്പിച്ച ദ ഗ്രേറ്റ് മാഫിയ കിങ് ഡൊമിനിക് സേവ്യർ, അഥവാ ഞങ്ങളുടെയൊക്കെ സേവ്യർ. പിന്നെ നിൻ്റെ അമ്മ സെലിൻ, ഞങ്ങളുടെ ഹോപ്പ്. ഞങ്ങൾക്ക് വലിയ കാര്യമായിരുന്നു അവളെ. എല്ലാവരോടും പെട്ടെന്ന് കൂട്ടുകൂടുന്ന പ്രകൃതമായിരുന്നു. അതുകൂടാണ്ട് മാലാഖയായിരുന്നു സേവ്യറിൻ്റെ ജീവിതത്തിൽ അവൾ. അടിയും ഇടിയും കുത്തും വെട്ടൊക്കെ കൊണ്ടു നടന്ന ഒരു പയ്യനെ നല്ലവളാക്കിയവൾ അവൾ. ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. നിന്റെ അമ്മയുടെ 20ാമത്തെ വയസ്സ്. ജോർജ് ഹോപ്പിന് 2 മക്കളാണ്. ഒന്ന് സെലിൻ ഹോപ്പ്, 2 സാമുവൽ ഹോപ്പ്. സാമുവൽ തൻ്റെ 22ാമത്തെ വയസ്സിലായിരുന്നു ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നതും വലിയ CEO ആവുന്നതും. അന്ന് തന്നെ ജോർജ് അവൻ്റെ കുട്ടിക്കാലം തകർത്ത് കളഞ്ഞിരുന്നു. ഒരു കുട്ടി അനുഭവിക്കേണ്ടതും ഒരു പൗരൻ അനുഭവിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ അവൻ അനുഭവിച്ചിട്ടില്ല. ബിസിനസ് മീറ്റിംഗ് മാത്രം. അതിനിടയിൽ വന്നതാണ് സെലിൻ. അവളങ്ങനെ ബിസിനസ്സിലൊന്നും ഇടപെടാറില്ല. അവൾ അവളുടേതായ ലോകത്ത് പാറി നടക്കുമായിരുന്നു. പക്ഷേ എങ്കിലും ബോർഡർ സ്കൂളിലായിരുന്നു. വീട്ടിലൊക്കെ വല്ലപ്പോഴും ആ കുട്ടിക്ക് വരാൻ പറ്റുള്ളായിരുന്നു. എങ്കിലും അവൾ ഉള്ള സ്ഥലത്ത് അവൾ എല്ലാവർക്കും സന്തോഷം പകർന്നിരുന്നു. ആരെയും ദുഃഖപ്പെട്ട് കാണാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. തൻ്റെ 24ാമത്തെ വയസ്സിൽ സാമുവൽ മാരേജ് ചെയ്തു ഇവ ജോയിനെ. അതും അമേരിക്കയിലെ പ്രശസ്തി നേടിയ ഒരു കമ്പനിയുടെ ഓണറിൻ്റെ മോളെ. അപ്പോഴും പൈസ കണ്ട് മാത്രമേ അയാൾ പിള്ളേരെയും കല്യാണം കഴിപ്പിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇവ അവളൊരു നല്ല മകളായിരുന്നു. അതുകൊണ്ട് തന്നെ സാമുവലിനെയും സെലിനെയും അവൾ നല്ല രീതിയിലാണ് നോക്കിയിരുന്നതും സെലിനെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ടിരുന്നതും. പക്ഷെ ജോർജിന് അതുകൊണ്ടൊന്നും സന്തോഷം കിട്ടിയില്ല. അയാൾക്ക് ഇനിയും പണം വേണമായിരുന്നു. 2ാമത്തെ മകളെയും ഒരു കോടീശ്വരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. ആൻഡ് ആ കോടീശ്വരനായിരുന്നു ജെയിംസ് അലക്സാണ്ടർ. ഇഷ്ടമല്ലാഞ്ഞിട്ട് പോലും അവൾ ആ വിവാഹത്തിന് സമ്മതം മൂളി. സെലീന ഹോപ്പ് പിന്നെ സെലീന ജെയിംസായി മാറി. ജെയിംസ് ചായ, ഈ ഡ്രസ്സൊക്കെ ഞാൻ എവിടെ വെക്കണ്ടേ? എന്റെ തലയെ കൊണ്ടുവെക്കേ. ആ, നിനക്ക് അവിടെ ഷെൽഫുകളൊന്നും കണ്ടൂടെ? അതിലേതെങ്കിലും ഒരു നെത്തിക്കൊണ്ട് വെക്കടി. മമ്മി വന്നോ? രാത്രിക്കുള്ളതാ. വേഗം ഇതൊക്കെ ഉണ്ടാക്കി വെക്കാൻ നോക്ക്. ഞാൻ ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. ശരി മമ്മി. മോളെ, നിനക്കവിടെ സുഖല്ലേ? ചായ. നന്നായിട്ടിരിക്കട്ടോ. അവിടെ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത്. നിന്റെ കുസൃതി കൊടുക്കൊന്നും പുറത്തെടുക്കരുത് കേട്ടോ. ശരി ചായ. ഞാൻ വെക്കുവാണ്, പിന്നെ വിളിക്കാം. ശരി. സെലിൻ, സെലിൻ, ഡി സെലിനെ. ജെയിംസ് ചായ പറ. എന്റെ വാച്ച് കാണുന്നില്ല, അതൊന്ന് തപ്പിപ്പിടിച്ചേ. സെലിൻ, നമുക്കൊന്നൊരു പാർട്ടി ഉണ്ട്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം വരാൻ. എന്നെ നാണം കെടുത്തരുത്. ശരി ചായ. ആഹാ, ഇതാണോടാ നീ കിട്ടിയ പെണ്ണ്? എന്തേ? നിന്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു നല്ല ഭംഗിയുള്ള കൊച്ചിന് കിട്ടുന്നു. ഇത് ഇവിടെ നിന്ന് കിട്ടിയിട്ട് ഇതിനെ. അതെന്ത് ചെയ്യാനാണ്? കോടീശ്വരി ആയതുകൊണ്ട് കിട്ടിയതാണ്. അല്ലെങ്കിൽ ഞാൻ കിട്ടുമായിരുന്നു. പല തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുതെന്ന്. നിന്നോട് ആരാ പറഞ്ഞത് എൻ്റെ സാധനങ്ങളൊക്കെ പോയി തൊടാനായിട്ട്? നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ? അപ്പോൾ
ആ സാധനങ്ങൾക്കെടുത്ത് മാറ്റാൻ നിന്നതല്ല ഞാൻ. വേറെ എന്താ ചെയ്തത്? ഒറ്റ താഴ്ത്തി സംസാരിക്കടി. നീ വലിയ കോടീശ്വരന്റെ മോളാണെന്നൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ഒച്ച ഉണ്ടാക്കി സംസാരിക്കരുത്. അതിലെനിക്ക് ആവശ്യമുള്ള പലതും കാണാം. നീ ഒരുത്തി കാരണം അതിപ്പോ കാണാണ്ടുമായി. ഞാൻ നിങ്ങളുടെ ഒന്നും എടുത്തിട്ടില്ല, സത്യമായിട്ടും ഒക്കെ അവിടെ തന്നെ വെച്ചിട്ടുള്ള. ഇടി നീ കള്ളിയാടി, പെരും കള്ളി. കള്ളങ്ങൾ മാത്രം മറന്നവളെ. ഞാനൊക്കെ അതിൽ വെച്ചതാണ്, അതിപ്പോ അവിടെ കാണുന്നില്ല. നീ ഇറങ്ങി പോവാൻ നോക്ക്. ഇനി എൻ്റെ കൈയുടെ ചൂടറിയണ്ടെങ്കിൽ. ഡാ എന്താണ്? അമ്മ, ഞാൻ ഇവിടെ വെച്ചൊരു ഫയല് കാണുന്നില്ല. ഏത് ഇതാണോ? ആ, ഇതമ്മയ്ക്ക്. ആ, അത് ഞാൻ എടുത്തോണ്ട് പോയതാണ് എന്താന്ന് നോക്കാനായിട്ട്. ഓ താ. എന്നാ ഹലോ മോളെ. ഈ ചേച്ചി, മോൾക്ക് അവിടെ സുഖല്ലേ കുട്ടി? സുഖാണ്. ആ, മോള് കരയുന്നുണ്ടോ? ഇല്ല, ഞാനിവിടെ സവാള നന്നാക്കുക, അപ്പൊ അതിന്റെ വെള്ളം. അവിടെ ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ചെയ്യാറില്ലേ? അത് പിന്നെ ഇച്ചായന് എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനത് ചെയ്യാൻ വന്നതാ. ഓ, വീട്ടിലൊന്നും എടുത്ത് പണി ചെയ്യിപ്പിക്കാത്ത കുട്ടിയാ. എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടുന്ന ദൈവത്തിനറിയാം. സൂക്ഷിച്ചൊക്കെ ഉണ്ടാക്കിട്ടോ. ശരി ചേച്ചി, ഞാൻ വെക്കുക, ഇല്ലെങ്കിൽ ഇത് കരിയും. ആ മോളെ, ബൈ. എന്താ എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ ദൈവമേ. ജനിച്ചെന്ന് മുതൽ നീ എന്നെ പരീക്ഷിക്കുന്നില്ല. ഒരിത്തിരി ഹോപ്പ്. എനിക്ക് വേണ്ടി ഒരു രക്ഷകൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ. ഒന്ന് എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്ക് പ്ലീസ്. എന്തായി? സർ, ജെയിംസ് തരാനുള്ള പൈസ ഇതുവരെ അയാൾ തന്നിട്ടില്ല. ഹൗ മച്ച്? 10 crore സാർ. ടേക്ക് ദ കാർ. ഓക്കെ സാർ. സാർ, സേവിയർ വന്നേക്കുന്നു. സേവറോ? ഡാം ഇറ്റ് ഗോഡ്. എന്താണ് ജെയിംസ്, തന്ന പൈസ തിരിച്ചു തരണം ഇത്ര ബുദ്ധിമുട്ട്? സേവർ, എനിക്ക് കുറച്ചും കൂടി അവകാശം തരണം. ഞാൻ വേഗം തരാൻ നോക്കാം. സാമുവൽ, ആ കണക്കൊന്ന് പറഞ്ഞേ. സാർ, കണക്ക് നോക്കുകയാണെങ്കിൽ ഇയാൾ പൈസ തരാണ്ടിരുന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ടൈം ജെയിംസ്. തനിക്ക് തരാൻ പറ്റുന്ന അത്രയും സമയം ഞാൻ തന്നു കഴിഞ്ഞിരിക്കുകയാണ്. സോ വിത്തിൻ 2 weeks താൻ എനിക്ക് തരാനുള്ള പൈസ എൻ്റെ കൈകളിൽ എത്തിയിരിക്കണം. അല്ലാത്ത പക്ഷം യു നോ മീ വെൽ. ഓ ഷിറ്റ്, ഈ പൈസ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്? ഓ മൈ ഗോഡ്. ഹെല നീ കാരണം, നീ ഒരുത്തി കാരണം. ഇച്ചായ വിട്, എന്താ നിങ്ങൾ ചെയ്യുന്നേ? വാ, എനിക്ക് നിന്നെ ഇപ്പൊ വേണം. എനിക്ക് നിന്നെ വേണം. വേണ്ട ഇച്ചായ, പ്ലീസ് ഒന്നും ചെയ്യരുത്. പ്ലീസ് വീടന്നെ. വീട് ഇച്ചായ, പ്ലീസ്. ഞാൻ കാല് പിടിക്കാനൊന്നും ചെയ്യരുത് പ്ലീസ്. വേണ്ടാണ്ടിരിക്കടി. അമ്മ വേദന എടുക്കുന്നു. ഇച്ചായ വേണ്ട, വേദന എടുക്കുന്നു. പ്ലീസ് നിർത്ത്. ഡോ, ഈ പെണ്ണുങ്ങളെ വിറ്റാല് എത്ര പൈസ കിട്ടും? താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ശരീര അതോരോ പെണ്ണിന്റെ ബോഡി അനുസരിച്ചിരിക്കും. അവർക്ക് കാണുമ്പോൾ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരൊരു റേറ്റ് ഇടും. അങ്ങനെയാ. ഈ ലക്ഷത്തെക്കാൾ കൂടുതൽ കിട്ടും. അതും അറിയാൻ പറ്റില്ല. പെണ്ണെങ്ങനെ ഇരിക്കുന്നത്? താൻ ഫോട്ടോ കാണിക്ക്. ഇത് തന്റെ ഭാര്യയല്ലേടോ? എനിക്ക് അതിന് ഇഷ്ടമൊന്നുമല്ല. താൻ പറ, ഇവൾക്ക് എത്ര കിട്ടും? ആണെങ്കിൽ ഞാൻ വാങ്ങിക്കാം. ശരിക്കും? എത്ര തരും താൻ? തനിക്ക് എത്ര വേണം? എനിക്കൊരു 5 കോടിയാണ്. ഓക്കെ, ഡീൽ. യാ ഡീൽ. ഡേ, ഒരുങ്ങിയിരിക്കെ, നിന്നെ കൊണ്ടുപോകാൻ കുറച്ച് ആൾക്കാർ വരും. ആര്? ഞാൻ നിന്നെ വിറ്റു. ഇനി കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. കുറച്ച് പൈസ വേണമായിരുന്നു. ഞാൻ തന്റെ ഭാര്യയാണോ? തനിക്ക് എന്നോട് ഇതെങ്ങനെ? എനിക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട, ഞാൻ പോവാ. ഡേ, കൊന്നുകളെ ഞാൻ. മിണ്ടാണ്ട് ഇവിടെ ഇരുന്നോ. ഇതിനേക്കാൾ നല്ലതാ താൻ കൊല്ലട്ട, ഞാൻ സ്വയം ചത്തോളാം. ഡേ,
മോളെ, നീ ഒരക്ഷരം മിണ്ടാണ്ട് ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നു, ഇല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെ വരെ ഞാൻ കൊന്നുകളെ. ഞാൻ എന്ത് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ? സാർ സേവിയർ. 2 weeks ആയോ? ആ സാർ. ജെയിംസ് വേർ ഇസ് മൈ മണി? ഞാൻ ഇപ്പൊ തരാം സേവിയർ, കുറച്ചു നേരം വെയിറ്റ് ചെയ്. ജെയിംസ് വന്നു. ദേ ഇതാ അവളെ കൊണ്ടുവെക്കോ. വേണ്ട, വീട് പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. ഹേ എന്താ ഇവിടെ? ഒന്നുമില്ല സേവിയർ. ഒന്നില്ലാണ്ടിരുന്നിട്ടാണോ ആ കുട്ടി കിടന്ന് കരയുന്നത്? അവൾക്ക് തലയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് സേവിയർ, അത്രേ ഉള്ളൂ. സത്യം എന്താണെന്ന് ഇപ്പൊ തുറന്ന് പറഞ്ഞ ഇയാൾക്ക് ജീവനോടെ പോവാം. അതുതന്നെ സാറേ, ഇവന്റെ ഭാര്യ എനിക്ക് വിറ്റതാ. അന്നാ അതിന്റെ ഒരു കൈയും ഒരു കാലും വെട്ടിക്കളഞ്ഞേക്ക്. ഓക്കെ ബോസ്. സേവിയർ പ്ലീസ് വേണ്ട. താനെന്തിനാ എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നേ? എനിക്ക് പൈസ കിട്ടിയാ പോരെ? ഒരു പെങ്കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ആ പൈസ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടത് നീ കൊണ്ടുപോയ പൈസയാണ്. അത് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് എനിക്ക് തരുന്നത്. ഇനി നീ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. ജസ്റ്റ് ഡു വാട്ട് ഐ സേ. ഓക്കെ ബോസ്. நினைவில் கொண்டேனடி மனம் நிறைந்திட വന്നായടി. വണ്ടി ഹോസ്പിറ്റലിലോട്ട് എടുക്ക്. ഓക്കെ ബോസ്. സേവിയർ ഇച്ചായി. എന്നെ സാമിനെ വിളിച്ചപ്പോ പറഞ്ഞു നീ ഹോസ്പിറ്റലാണെന്ന്. എന്താ പ്രശ്നം? വാട്ട് എ ആസ്ഹോൾ ഹി ഈസ്. അവന്റെ ഭാര്യ നോക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാ അവൻ കെട്ടാൻ നിന്നത്? I don't know. റിയ, how was her condition now? യു ഗൈസ് കം വിത്ത് മീ. ഞാൻ പറയാം. ആ കുട്ടിയെ റൈറ്റ് ടൈമിൽ കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമാണ്. ബോഡിയിൽ പല ഇഞ്ചുറീസ് ഉണ്ട്. What do you mean? സേവിയർ, ഞാനൊരു കാര്യം പറയാം. ഫ്രം ദ മെഡിക്കൽ എക്സാമിനേഷൻ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഷി വാസ് സെക്ഷലി അസോൾട്ടഡ് അബൌട്ട് 1 month ago. Brutally. Her body has deep scars and internal injuries. That trauma is still visible. സേഫ് ആണോ? ലൈഫിന് ഡേഞ്ചർ ഇല്ല, പക്ഷെ അവളുടെ വോംബിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ദോ ഇപ്പോൾ അവൾ പ്രഗ്നന്റ് ആണ്. അത് വളരെ റിസ്കി സിറ്റുവേഷൻ ആണ്. ഹെർ മെന്റൽ സ്റ്റേറ്റ് ഈസ് ഓൾസോ ബാഡ്ലി അഫക്റ്റഡ്. Pregnant? യെസ്, 1 week. ആൻഡ് ഓൾസോ ഒരു മാസം മുമ്പ് കിട്ടിയ അസോൾട്ടിന്റെ പെയിൻ അവളുടെ ബോഡിയിൽ ഇപ്പോഴും കാണാം. ദാറ്റ്സ് വൈ ഹീലിംഗ് വിൽ ടേക്ക് മോർ ടൈം. ഫിസിക്കൽ വോണ്ട് ഹീൽ ചെയ്യും, ബട്ട് മൈൻഡ് റിക്കവർ ചെയ്യാൻ വളരെ സപ്പോർട്ട് വേണം. ഡിസ്ചാർജ്? നോട്ട് ഇമ്പോസിബിൾ നൗ. അവൾക്ക് ഫ്യൂ വീക്ക് കണ്ടിന്യൂസ് കെയർ വേണം. മെഡിസിൻ, കൗൺസിലിംഗ്, ഗുഡ് റെസ്റ്റ് എല്ലാം ആവശ്യമാണ്. വിത്തൗട്ട് ദാറ്റ് അവളുടെ ഹെൽത്തിനും ബേബിക്കും അപകടം വരും. ഓക്കെ, ഡോണ്ട് വെറിഡാ, ഞങ്ങൾ നോക്കാം. പക്ഷെ അവൾക്ക് മെന്റൽ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ആണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ 1 week ഹോസ്പിറ്റലിൽ നിർത്താൻ എനിക്ക് സാധിക്കില്ല. ബട്ട് വൈ? ഞാൻ അവൾ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നോളാം. ഇവിടുത്തെ ബെസ്റ്റ് ഡോക്ടറിനെയും ബെസ്റ്റ് മെഡിസിനും എനിക്ക് അവിടെ കിട്ടണം, എൻ്റെ വീട്ടിൽ. അതുപോലെ തന്നെ അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു നേഴ്സും വേണം. ഓക്കെ സേവിയർ, ഞാനത് ചെയ്തോളാം. എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ അയച്ചുതരാം. ഓക്കേടാ. സേവിയർ, നിങ്ങൾ അവളെ വീട്ടിൽ കൊണ്ടുപോകാൻ പോവാണോ? എന്തു പറഞ്ഞ്? അറിയില്ല, അവിടെ വെച്ച് എന്തെങ്കിലും പറയാം. ഓ മാൻ, നീ എന്തിനാ വെറുതെ ഓരോന്നൊക്കെ തലയിലെടുത്ത് വെക്കുന്നത്? ഡിഡ് യു സീ ഹർ? അവൾക്ക് എത്ര വയസ്സ് കാണും? ഒരു 19, 20 അത്രയല്ലേ കാണുള്ളൂ. ആ ചെറിയ പെങ്കുച്ചിനെ പീഡിപ്പിച്ച് പ്രഗ്നന്റ് ആക്കിയ നാറിയ കൊല്ലാണ് എനിക്ക്. അതിനുശേഷം അവൾ എൻ്റെ കൂടെ നിർത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവൾ സ്വന്തം കാര്യം നിൽക്കുന്നത് വരെ അവളിപ്പോൾ നമ്മുടെ കൂടെ സുരക്ഷിതയായിരിക്കട്ടെ. നിങ്ങൾക്കറിയാലോ, ഒരു പെങ്ങളെ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന അവസ്ഥ നമ്മൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് വേറെ ചോയ്സ് ഇല്ല. ശരിടാ. വേണ്ട, എന്നൊന്നും ചെയ്യരുത്. ഞാൻ തന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല. പിന്നെ ഞാനെന്താ ഹോസ്പിറ്റലില്? എനിക്കെന്താ പറ്റിയേ? യു ആർ പ്രഗ്നന്റ്. താൻ പ്രഗ്നന്റ് ആണെന്ന്. ഡിഡ് ഹി റേപ്പ് യു? മാരേജ് കഴിഞ്ഞിട്ട് 6 മാസം. അവൻ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടും 6 മാസമായിരിക്കുന്നു. ശരീരത്തിൽ ആഴമേറിയ മുറിവുകൾ. എന്നിട്ടും സഹിച്ചും ക്ഷമിച്ചും അവൻ്റെ കാല് നക്കി ജീവിച്ചു. എന്തിനും? എന്തായാലും പ്രണയം തോന്നിയിട്ടല്ല. അല്ല, നല്ല മകൾ എന്ന രീതിയിൽ
എൻ്റെ അച്ഛൻ്റെ പേരും പ്രശസ്തിയും നിലനിൽക്കാൻ വേണ്ടി ഒരറവ് കാരണം തല നീട്ടി കൊടുക്കേണ്ടി വന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ പലതും ക്ഷമിച്ചും സഹിച്ചു നിന്നു. ഒടുക്കം എൻ്റേതെന്ന് മാത്രം പറയാനുണ്ടായ എൻ്റെ ശരീരം ഞാൻ പോലും അറിയാതെ എൻ്റെ അനുവാദമില്ലാതെ സ്വന്തമാക്കി. പണത്തിന് വേണ്ടിയാണ് എല്ലാം അയാൾ ചെയ്തെന്ന് അറിഞ്ഞിട്ടും അച്ഛന് കൊടുത്ത വാക്കാണ് ഇന്ന് എനിക്ക് ഈ ഗതി ഉണ്ടാക്കിയത്. ബട്ട് നൗ ഐ റിഗ്രറ്റ്. എന്താ ചേട്ടാ ഞാൻ ചെയ്യേണ്ടത്? അവസാനിപ്പിക്കാൻ പോവാൻ ഞാൻ ഈ ലൈഫ്. അടുത്തു സഹിക്കാൻ എനിക്ക് വയ്യ. നിന്റെ വയറ്റിൽ കിടക്കുന്ന ആ കൊച്ചെന്ത് പിഴച്ചു? അതും ഒരു ജീവനാണ്. തൻ്റെ അനുവാദമില്ലാതെ ഈ ഭൂമിയിലേക്ക് വന്നൊരു ജീവൻ. അതിനെ കൊല്ലാൻ നോക്കുവാണോ നീ? പിന്നെ ഞാൻ എന്താണ് ചേട്ടാ ചെയ്യേണ്ടത്? എനിക്കൊരു കൊച്ചിനെ നോക്കാനുള്ള കഴിവ് പോലും ഇല്ല. പണ്ട് എൻ്റെ മുത്തശ്ശി 15-ാമത്തെ വയസ്സിലാണ് എൻ്റെ അച്ഛനൊക്കെ ഗർഭം ധരിച്ചത്. നിന്റെ പ്രായമൊന്നുമില്ല, എന്നിട്ടും 5 മക്കളെ പോറ്റി വളർത്തിയില്ലേ? അവിടെയല്ലേ ഒരു സ്ത്രീ ജയിക്കുന്നത്? ഒരു സ്ത്രീ അമ്മയായി കഴിഞ്ഞാൽ അവൾക്ക് ചെയ്യാൻ പറ്റാത്തതെല്ലാം അവൾക്ക് ചെയ്യാൻ പറ്റും. എന്തിന്? ആ കുഞ്ഞിന് വേണ്ടി ജീവൻ കൊടുക്കാനും ആ കുഞ്ഞിന് വേണ്ടി മറ്റൊരാളുടെ ജീവൻ എടുക്കാനും ആ അമ്മയ്ക്ക് കഴിയും. പറഞ്ഞതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഈ കുഞ്ഞ് വളർന്നു വരുന്നത് വരെ ഞാൻ ജീവനോട് ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ജെയിംസ് ഇച്ചായൻ ഞാൻ വിചാരിച്ച പോലെയല്ല. എന്നെ അയാൾ കൊന്നു കളയും. സോറി ടു ടെൽ യു ദാറ്റ് ജെയിംസ് വാട്ട് ഇച്ചായൻ. തൻ്റെ ജെയിംസ് ഇച്ചായൻ്റെ കൈയും കാലൊക്കെ ഞാൻ അങ്ങോട്ട് അറുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. സോ അവനെ നിന്നെ ഉപദ്രവിക്കില്ല. പക്ഷേ എങ്കിലും നീ ഇനി അവൻ്റെ താവളത്തിലേക്ക് പോകാൻ നിൽക്കണ്ട. നീ എൻ്റെ കൂടെ വാ. നിനക്ക് അവിടെ നല്ലൊരു ജീവിതം ഞാൻ തരാം. പേടിക്കണ്ട, ഞാൻ ഒറ്റയ്ക്കല്ല. വീട്ടിൽ ഒരുപാട് പേരുണ്ട്. വേണ്ട ചേട്ടൻ, അതൊരു ബുദ്ധിമുട്ടാവും. ഞാൻ എൻ്റെ വീട്ടിൽ പൊക്കോളാം. ഡൊമിനിക് സേവ്യറിന് ഒരു വാക്കേ ഉള്ളൂ. എന്ന് വെച്ചാൽ മോളെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോകാൻ പോവാന്ന്. നാത്തൂനെ ദേ ചച്ചു വന്നേക്കുന്നു. ഹാ വന്നു ഊരുതണ്ടി, അവനെ ഞാൻ കൊല്ലും. ആഹാ ദേടാ ത്രേസി കൊച്ചു വടിവാളും കൊണ്ട് വരുന്നുണ്ട്. ഈശ്വര, ഈ പെങ്കുച്ചിനെ മുമ്പിൽ വെച്ചെന്നെ നാണം കെടുത്തു. ഡാ ഊരുതണ്ടി, നീ എവിടെയായിരുന്നടാ? അത് നിനക്ക് അറിയില്ലേ ത്രേസി? അവൻ തെണ്ടാൻ പോയതാ. അതെ, അവന്റെ അപ്പം കോടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതവന്റെ മക്കളുടെ മക്കൾക്ക് തിന്നാനുള്ളതുണ്ട്. എന്നാലും തെണ്ടി അവൻ ഭക്ഷണം ഉണ്ടാക്കൂ. കുട്ടി പേടിക്കണ്ട കേട്ടോ. അത് സേവ്യറിന്റെ അമ്മയാണ് ട്രേസിയ. മറ്റേത് അച്ഛൻ ഇമ്മാനുവൽ. പിന്നെ അത് രണ്ടും എൻ്റെ അച്ഛനമ്മയും. പിന്നെ അത് പാപ്പൻ, എളയപ്പൻ, അങ്ങനെ കുറെ പേരുണ്ട് ഇവിടെ. ചാച്ചു പറ ഉത്തരം പറ. മമ്മി ചോദിച്ചിന് ഉത്തരം പറയടാ. എന്നതാണ് റോസിയെ? റോസിയെന്നൊന്നും വിളിച്ചു പറയണ്ട മോനെ. എന്നതാണെങ്കിലും അപ്പനോടും അമ്മനോടും പറ. എന്റെ പൊന്നെ ത്രേസി കൊച്ചെ, എന്റെ റോസി മോളെ, ഞാൻ മലയൂറ്റൂർ പള്ളി കാണാൻ പോയതാ. മാങ്ങ. ശരി, ഞാൻ സത്യം പറയാം. ഞാനൊരു കല്യാണം കഴിച്ചു. ദേ ഇതാണ് എന്റെ പെണ്ണ്. അയ്യോടിയെ, സത്യമാണോ ഇതൊക്കെ? ഞാൻ പിന്നെ കള്ളം പറയോ? ഇത് ഞാൻ കല്യാണം കഴിച്ച പെണ്ണ്. മാത്രല്ല അവള് ഗർഭിണിയാണ്. എന്റെ മാതാവേ, ഇച്ചായി നിങ്ങളിത് കേൾക്കുന്നില്ലേ? കേട്ട് ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? അവൻ ആ കൊച്ചിനെ ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പിടിച്ച് മിന്നേട്ടിക്കണം. കർത്താവാണേ, ഞാനത് വിശ്വസിക്കില്ല. അതെന്താ നിനക്ക് വിശ്വസിച്ചാല്? ഒന്നില്ലെങ്കിലും നീ എന്റെ സുഹൃത്തായിരുന്നില്ലേ? ഞാൻ നിന്റെ ഇച്ചായനെ കെട്ടിയെന്നും പറഞ്ഞ് എനിക്ക് നിന്നെ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നീ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, അതും പ്രേമിച്ച് കെട്ടി, പിന്നെ പ്രഗ്നന്റ് ആക്കി. ഞാൻ വിശ്വസിക്കില്ല. ഓ അല്ലടി, ഞാനൊരു കെട്ടിയ പെണ്ണിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നതാ. എന്തേ? അയ്യോടെ ചച്ചുവേ, ആ കുഞ്ഞിനെന്ത് പറ്റി? മമ്മി, അവൾക്ക് 3 മാസം നല്ല റെസ്റ്റ് വേണം. പ്രഗ്നന്റ് ആയതുകൊണ്ട് ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ അല്ല. ഈശ്വര, കുഞ്ഞിന്റെ ബോധം പോയി. നീ അവളെടുത്ത് റൂമിൽ കിടത്ത്, ഞാൻ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. മമ്മി പേടിക്കണ്ട, കുറച്ചു നേരം അവള് ഡോക്ടർ നേഴ്സൊക്കെ വരും. ആരൊക്കെ നോക്കിയാലും ശരി, അമ്മമാരെ ശുശ്രൂഷിക്കാൻ അത്രയും പേരില്ല ഒന്നും. ഓക്കെ? ഓ ഓക്കെ. ആർ യു ഓക്കേനോ? ആ ചേട്ടാ. തന്റെ പേരെന്താ? സെലീന ഹോപ്പ്. ഞാൻ സേവ്യർ, ഡൊമിനിക് സേവ്യർ. നിനക്ക് വേണമെങ്കിൽ സേവ്യർന്നോ ഡൊമിനിക്കെന്നോ ഈ ചായന്നോ വിളിക്കാം. പക്ഷെ ഈ ചേട്ടാ വിളി അത് വേണ്ട. ശരി ചേട്ടാ. അല്ല ശരി ചായ. പിന്നെ ഇവിടെ ആർക്കും ഞാനൊരു മാഫിയ കിങ് ആണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നീ അത് സീക്രട്ട് ആയിട്ട് തന്നെ വെക്കണം. ആരോടും ഞാൻ എന്താ ചെയ്യണമെന്ന് പറയരുത്, കേട്ടോ? ശരി ചായ. എന്താണ് ചക്ക ഇവിടെ പെമ്പറന്നോളെയും കെട്ടിപ്പിടിച്ച് കുറെ നേരം ഇരിക്കണ്? അവിടെ പപ്പമാരുണ്ട്, അവരെടുത്ത് പോയിരുന്ന സംസാരിക്കേ. ഇവിടെ മമ്മിമാരുണ്ട് അവളെ നോക്കാനായിട്ട്. പോച്ചേല് ആന്നേ, ഒരു കൊച്ചിനെ കല്യാണം കഴിച്ചു കൊണ്ട് വന്നെന്നും പറഞ്ഞ് അവൻ ഇവിടെ അങ്ങനെ അടിയിരിക്കുക. ചെല്ലടാ, ഇറങ്ങി പോടാ.
പേടിക്കണ്ട, ഇവരെങ്ങനെയാ, ഞാനെന്നാ പുറത്തുണ്ടാവും. ഷോ, എന്തൊരു കഷ്ടമാണ് രണ്ടെണ്ണത്തിനെ കൊണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, ഞാൻ പോണു. എന്നാ ഇത് കണ്ണടച്ച് വലിച്ചു കുടിച്ചോ. ആന്റി ഇത് ആന്റി അല്ല, മമ്മി. ഇനി അങ്ങനെ വിളിച്ചാൽ മതി. അവന്റെ മമ്മിയാണെങ്കിൽ നിനക്കും ഞാൻ മമ്മി. ഓക്കെ? ശരി മമ്മി. ആ, ഇതേ കൈപ്പക്കായ ജ്യൂസാണ്. വിറ്റാമിൻസും മിനറൽസും നല്ലോണം ഉണ്ട്. പ്രഗ്നന്റ് ആയ കുട്ടികൾ ആദ്യമേ തന്നെ കുടിക്കേണ്ടതാണ്. വേഗം കുടിച്ചോ. അയ്യേ, കൈപ്പക്കായ ഞാൻ കുടിക്കൂല മമ്മി. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നീ ഞങ്ങൾ തരുന്നത് കുടിച്ചിരിക്കണം. അങ്ങോട്ട് കണ്ണടിച്ച് ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചാൽ മതി. നീ ഞങ്ങളൊക്കെ ഇത് കുടിച്ചിട്ടല്ലേ ഞങ്ങളുടെ പിള്ളേർക്ക് ജീവൻ കൊടുത്തത്. അതുകൊണ്ട് എന്തായി, നല്ല ആരോഗ്യമുള്ള ആൺപിള്ളേരല്ലേ ഞങ്ങൾക്ക് കിട്ടിയത്. ഇനി ഒന്നും നോക്കാൻ നിൽക്കണ്ട, വേഗം അങ്ങോട്ട് കുടിച്ചേ. കുറച്ച് കയ്പൊക്കെ ഉണ്ടാവും. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കുന്നേ. നമ്മളിപ്പോൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഭാവിയിൽ നമ്മുടെ കൊച്ചിന് വേണ്ടിയാന്ന് ഓർക്കുമ്പോൾ ഒക്കെ അങ്ങോട്ട് പൊയ്ക്കോളും. കുഞ്ഞിൻ്റെ പേരെന്താ? സെലീന. സെലീന മോളെ, വീട്ടിൽ മമ്മിയും പപ്പയ്ക്കൊന്നും ഈ കല്യാണത്തിന് ആഗ്രഹം ഉണ്ടാവില്ലെന്ന് ഈ മമ്മിക്ക് അറിയാം. പക്ഷേ മോളെ പൊന്നു പോലെ ഞങ്ങൾ നോക്കിക്കോളാം. സ്വന്തം മമ്മിയും പപ്പയും പോലെ തന്നെ കരുതിയാൽ മതി ഞങ്ങളെ. ശരി മമ്മി. ശരിയെങ്കിൽ സെലീന മോള് കുറച്ചുകൂടി നേരം കിടന്നു. മമ്മിമാർക്ക് അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ശരി മമ്മിമാരെ. മോളെ, മമ്മിമാരുടെ പരിചരണമൊക്കെ കഴിഞ്ഞു കാണൂല്ലേ? ഇനി പപ്പമാരൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ രണ്ടുപേരും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായി. ഹാ, എങ്കിൽ അങ്ങനെ ആകട്ടെ. ഞാൻ ഗൊമനയിലെ മാർക്കോസ്, ഇത് മാത്യു. ചുരുക്കി പറഞ്ഞ നിന്റെ കെട്ടിയവന്റെ ചാച്ചനും അങ്കിളുമാണ്. നീ എന്ത് കണ്ടിട്ടാണ് അവന്റെ കൂടെ ഇറങ്ങി വന്നതെന്ന് എനിക്കറിയില്ല. ഒരച്ഛനും ആരോടും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ ഓപ്പണായിട്ട് പറയാം, അവനൊരു തെമ്മാടിയാണ്. എന്ന് വെച്ചാല് ഒരു കുരുത്തം കേട്ട മോൻ. ആര് പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല. എന്നാ ഞാൻ പറയണ കേൾക്കുവേ. ഞങ്ങൾ തമ്മിലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ടേംസ് ആണ്. അച്ഛൻ മകൻ എന്നൊന്നുമില്ല. പക്ഷെ മോളുടെ കാര്യം വന്നപ്പോ അവൻ എന്നോടത് പറഞ്ഞില്ല. അതൊക്കെ എന്നതാണേലും അവൻ പറയും. എന്തെങ്കിലും കാര്യമില്ലാണ്ടിരിക്കില്ല. അതെന്നതേലാവട്ടെ, അതൊക്കെ അവിടെ കിടക്കട്ടെ. മോൾക്കിനി പപ്പമാര് രണ്ടാണ്. മോളുടെ എല്ലാ കാര്യങ്ങളും പപ്പമാരോട് പറയാം. എന്തുണ്ടെങ്കിലും പപ്പമാര് ചെയ്തും തരും. ഒരു വിഷമം ഇവിടെ നിൽക്കുമ്പോൾ മോൾക്ക് ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ പറയണതൊക്കെ മോള് ചെയ്യേ വേണം. സെലീന മോള് പേടിക്കണ്ട. പപ്പ ഉദ്ദേശിച്ചതേ കുറച്ചു നേരം മുമ്പ് അമ്മമാരുടെ ഒരു ചികിത്സക്ക് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ എല്ലാം ചെയ്യണമെന്നാ. ചെയ്യാം. ശരിയെങ്കിൽ പപ്പമാര് പോട്ടെ, 100 കൂട്ടം പണിയുണ്ട്. ശരി. ഡാനി, എന്നടി? നിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ എത്ര കാലം നീ ഈ നോണ മുന്നോട്ട് കൊണ്ടുപോകും? എല്ലാം അറിഞ്ഞോ? എല്ലാം എന്നിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇച്ചാന എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. പക്ഷെ ഈ ഒരു പോസ്റ്റിംഗ് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഭർത്താവേ, സെലീന, ഇച്ചായ, ഇത് ക്ലാരയുടെ കുറച്ച് വസ്ത്രങ്ങളാ. അവള് നിനക്ക് തരാൻ പറഞ്ഞു. അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നീ തുള്ളിലാണ്ട് നടക്കോ? നാളെ നമുക്ക് ഡ്രസ്സ് പോയി എടുക്കാം. അപ്പം അളവിനുള്ളത് കുറേ കിട്ടും. ഇനി എന്തിനാ താൻ കരയുന്നത്? താങ്ക് യു സോ മച്ച്. അവൻ്റെ അടുത്ത് നിന്ന് രക്ഷിച്ചതിനാണോ? അതിന് മാത്രമല്ല, എനിക്കിവിടെ അച്ഛന്മാരെയും അമ്മമാരെയും ചേട്ടനെയും ചേച്ചീനെയും തന്നതിന്. സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ സ്നേഹം എന്താന്ന് ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുന്നത്. എനിക്ക് ഈ സ്നേഹമൊന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചായ? ചോദിക്കേ. എന്തിനാ എന്നെ ഭാര്യയായിട്ട് ഇടയ്ക്ക് കൊണ്ടുവന്നത്? ഇച്ചാനെ വേണമെങ്കിൽ എൻ്റെ അവസ്ഥകളൊക്കെ തുറന്ന് എല്ലാവരോടും പറയായിരുന്നില്ലേ? ഇച്ചാൻ്റെ പപ്പയ്ക്ക് അത് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ഇച്ചാൻ ആ കാര്യങ്ങളൊന്നും പപ്പയോട് പറയാത്ത കാരണം. ഇപ്പം നീ കരയുന്നത് സന്തോഷം കൊണ്ടല്ലേ? ഈ സന്തോഷം ഇല്ലാണ്ടാക്കാൻ എനിക്ക് മനസ്സിലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ലേ ചായ? ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ അവരെ നിന്നെ സിമ്പതിയോടുകൂടെ നോക്കുകയുള്ളൂ, നിന്നെ കെയർ ചെയ്യുള്ളൂ. പക്ഷെ ആ സ്ഥാനത്ത് നീ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ അവർ നിന്നെ സ്വന്തം മോളെ പോലെ പരിഗണിക്കും. സത്യം വേദനിപ്പിക്കുമ്പോൾ നന്മയ്ക്കായി പറയുന്ന കള്ളം മധുരമാണ്. ഒരു സ്ത്രീ സെൻസിറ്റീവായിരിക്കുന്ന സമയമാണ് അവൾ ഗർഭിണിയാവുന്ന സമയം. ആ സമയത്ത് അവളെ പരിചരിച്ചവരും അവളുടെ കൂടെ ഉണ്ടായവരും അവളുടെ കണ്ണീർ തുടിച്ചവരും എല്ലാം അവൾക്ക് പ്രിയപ്പെട്ടതായിരിക്കും. അങ്ങനെ ആ കുടുംബം മുഴുവനും അവൾക്ക് ഏറെ പ്രിയപ്പെട്ടവരായി മാറി. ആദ്യത്തെ 2-3 മാസം അവൾക്ക് സമയമെടുത്തെങ്കിലും പിന്നീട് അവൾ അവിടെ ഭരിക്കാൻ തുടങ്ങി. അവിടെയുള്ള എല്ലാവർക്കും അവൾ പ്രിയപ്പെട്ടവളായി മാറി.
പപ്പ എന്താ 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 മോളെ, എന്താ സെലീന മോളെ? അപ്പൊ അപ്പയോട് പറ, എന്താ പ്രശ്നം? മമ്മി എനിക്ക് വീണ്ടും കയ്പക്ക ജ്യൂസ് തരാൻ പോകുന്നു. എനിക്ക് വേണ്ടാന്ന് പറ. ദേ മമ്മീനോടാണ് എന്റെ സെലീന കൊച്ചിന് വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ആഹാ, അവൾ എൻ്റെ കൂടി കൊച്ചാണ്. അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന് കുറച്ച് ആരോഗ്യം വേണം. ഇത് കുടിച്ച നീ അങ്ങോട്ട്. മമ്മി പ്ലീസ് മമ്മി. ചേട്ടത്തി, നിങ്ങളൊരു പണി ചെയ്, അതിൽ കുറച്ച് മധുരം ഇട്ട് കൊടുക്ക്. അതാകുമ്പോൾ കുഞ്ഞ് കുടിച്ചോളുന്ന്. മണ്ടത്തരം പറയാതെ റോസി, മധുരം ഇട്ട് എങ്ങനെയാ അതൊക്കെ കൊടുക്കുന്നത്? അതൊക്കെ ദോഷമാണ്. എന്നാ പിന്നെ ഒരു പണി ചെയ്, കൈപ്പക്ക ജ്യൂസ് വേണ്ട, വേറെ എന്തെങ്കിലും കൊടുക്കൂ കൊച്ചിന്. അതെ, കുഞ്ഞു പപ്പ പറഞ്ഞത് ശരിയാ. വേറെ എന്തെങ്കിലും എന്താ മമ്മി? ഞാൻ അത് കുടിച്ചോളാം. എന്താ ഇവിടെ? ചായ എന്നെ കൊണ്ടുപോവാ മമ്മി. ജ്യൂസ് കുടിപ്പിക്കുന്നു. എനിക്ക് വേണ്ടാന്ന് പറ. ഒരു ഇത്തിരി അല്ലേ കുടിക്ക്. ഇല്ല, ഇച്ചൻ എന്നോടൊരു സ്നേഹമില്ല. എൻ്റെ ടീമായിട്ട് നിൽക്കാണ്ട് മമ്മിയുടെ ടീമാവുന്നോ? ആ, ഞാൻ മമ്മിയുടെ ടീമേ ആവും. കാരണം എന്നെപ്പോലെ ഒരു സ്ട്രോങ് ബേബി ഉണ്ടായത് എൻ്റെ മമ്മി ഇതൊക്കെ കുടിച്ചിട്ടാ. അതുകൊണ്ട് നീയും കുടിക്കണം, എന്നാൽ എൻ്റെ കുഞ്ഞ് നല്ല കുട്ടിയാവും. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെ ആയല്ലേ? ആ, അങ്ങനെയൊക്കെ. ശരി, ഞാൻ കുടിക്കാം. പിന്നീട് എന്നോട് മിണ്ടരുത്. ഇല്ല, ഞാൻ മിണ്ടില്ല. പപ്പേ. ഹൗ ഡെയർ യു ചച്ചു. ഓക്കെ ഓക്കെ, ഞാൻ മിണ്ടിക്കോളാം. ഗുഡ് ബോയ്. സെൽമോളെ, നീ അത് കുടിച്ചില്ലെങ്കിൽ ഞാൻ ഈ ലേഹ്യം കൊണ്ടുവരും. ചേച്ചി, അതിനേക്കാളും ഭേദം ഞാൻ ഈ കയ്പക്കായ ജ്യൂസ് കുടിക്കുന്നതാ. താ മമ്മി, ഞാൻ കുടിച്ചോളാം. ആഹാ, നല്ല കുട്ടി, വേഗം കുടിക്ക് കുടിക്ക്. ഇച്ചായ, എനിക്ക് ഒരുപാട് വണ്ണം വെച്ചോ? ഇല്ല, എന്തേ? എനിക്ക് ഭയങ്കര വണ്ണം വെച്ച പോലെ. അത് നിനക്ക് തോന്നുന്നതാ. അല്ലാന്നേ, നോക്കി കവളൊക്കെ തൂങ്ങി. നിലവിൽ കൊണ്ടേ നടി മനം നിറൈന്തിട വന്തായടി. പറ, ഇല്ലേ എന്റെ കവള് തൂങ്ങിയില്ലേ? ഇല്ല, ആ കവള് കൊണ്ട് നീ പോയേ. ഇല്ല ഇല്ല, പറ തൂങ്ങിയില്ലേ? ഞാൻ കടിക്കും. ഇല്ല, പറ. ഞാൻ കടിക്കൂട്ടാ. ഒന്ന് പറ ഇച്ചായ. ആ ദുഷ്ടൻ. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അവളുടെ മുമ്പിൽ മാത്രം അവൻ സേവ്യർ അല്ലായിരുന്നു, ഞങ്ങളുടെയൊക്കെ ചച്ചു ആയിരുന്നു. അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന, അവളെ പുറത്തേക്കൊക്കെ കൊണ്ടുവന്ന, അവളെ മാത്രം കെയർ ചെയ്യുന്ന ഞങ്ങളുടെ ചച്ചു. कुछ ना कहे, बस चुप रहे, खामोशियां ही कह जाए, थम जाए ये जहां, और पल भी ठहर जाए। रहे ना कुछ भी दरमिया, मिटे ये सारी दूरियां, मिलके भी है दूरी सी ये दास्तां। रहे ना कुछ भी दरमिया, मिटे ये सारी दूरियां, मिलके भी है दूरी सी ये दास्तां। जिद ये थी तुम्हें कि हम ही कुछ कहें, हमें ये गिला था कि तुम चुप रहे। സെലിൻ മോളെ, അയ്യോ ഒരു കൊച്ച്. ബോസ്, വി ആർ സോറി. നിനക്കൊക്കെ ഇതെങ്ങനെ പറയാൻ തോന്നുന്നു? ഒരു കൈയും കാലും ഇല്ലാത്തവൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഐ കാൺ ബിലീവ് ദിസ്. ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഒരാൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് റീസൺ നിങ്ങളിൽ ഒരാളാണ്.
നിങ്ങൾ ഒരാൾ തന്നെയാണ് അവനെ രക്ഷപ്പെടുത്തിയതും. ആരെയാണ് ജെയിംസിനെ രക്ഷപ്പെടുത്തിയെന്ന് ഇപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു അവന് ജീവനെങ്കിലും ഞാൻ ബാക്കി വയ്ക്കും. ഇനി അതല്ല, അവൻ പറയാൻ നിന്നില്ലെങ്കിൽ തീർച്ചയായും അവൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടായിരിക്കും. എന്താ മമ്മി? தாயாக மாறிடுவே உனக்காக. வா வா என் உயிரே, மீண்டும் ஒரு ஜனனம் கொடு. வாடா என் மகனே, തന്തയിന പദവി കൊട്. അയ്യോ നോക്കി, കുഞ്ഞോളെ കാണാൻ കറക്റ്റ് സെലീന കുഞ്ഞിന്റെ പോലെയുണ്ട്. ആ തന്നെ, ഞാനത് പറയാൻ വരായിരുന്നു. ഇവന്റെ ഒരു മുഖച്ചായം കിട്ടിയിട്ടില്ല. എന്നതെന്താ വിഷമമുണ്ടോ കൊച്ചിന് അപ്പൻ്റെ മുഖച്ചായ ഇല്ലാത്ത കാരണം? എനിക്കെന്തിനു വിഷമം? അല്ലെങ്കിൽ എൻ്റെ കൊച്ചിന് അവൻ്റെ മുഖം വേണ്ട. അച്ചടാ, എന്ത് കുഞ്ഞു കയ്യും കാലോ. അതെ അതെ, ഇത്തിരിയോളുള്ളൂ. മാസം തികനേക്കാളും മുമ്പുള്ള പ്രസവായിരുന്നില്ലേ, അതുകൊണ്ടാ. നിങ്ങളെല്ലാവരും സംസാരിച്ചിരിക്കേ, ഞാൻ കുറച്ചിടം കഴിഞ്ഞിട്ട് വരാം. നീ എങ്ങോട്ട് പോണ്? ഒരു സ്ഥലം വരെ പോയിട്ട് വരാം മമ്മി. എങ്ങോട്ടും പോണ്ട. സെലീന കുഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ നിന്നെ അന്വേഷിച്ചാലോ? ഹൈ, അവള് കണ്ണു തുറക്കണേക്കാളും മുമ്പ് ഞാൻ വരാന്ന്. വരുവോ? ആ മമ്മി. എന്നാ ചെല്ല്. സാർ, എന്താ വേണ്ടത്? എനിക്ക് ഈ കടയിലുള്ള മുഴുവൻ പെൺകുട്ടികളുടെ ഡ്രസ്സും വേണം. അത് ഞാൻ പറയുന്ന സ്ഥലത്ത് ഇന്ന് തന്നെ എത്തിച്ചിരിക്കണം. ആ, ഓക്കെ സാർ. ചച്ചുവേ, ഇതൊരു ഇത്തിരി ഓവറല്ലേടാ. ഓവറാണെങ്കിൽ ഇപ്പം എന്താണ് ഇച്ചായി? അതെൻ്റെ കൊച്ചിന് വേണ്ടിയല്ലേ? അപ്പം എങ്ങനെയാ, നമുക്ക് വീട്ടിൽ പോവാം? ആ ചായ. ആഴിത്തീരമാല പോലെ കാത്തു നിന്നയേക്കാം, വിളിച്ചെറു തൂവൽ വീശി കാറ്റിലാടി നീങ്ങാം. കനിയേ നീൻ കനവിതളായി നീവാ, നിധിയേ മടിയിൽ പുതുമലരായി വാവാ. കുഞ്ഞുറങ്ങോടി. ആ, ഇപ്പൊ തന്നെ ഉറങ്ങിയോളൂ. ഇച്ചായ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അത് പിന്നെ ഇച്ചായ, ഇത്രയും നല്ലൊരു കുടുംബത്തെ കിട്ടിട്ട് ഇച്ചായൻ എങ്ങനെ ഒരു മാഫിയ ആയത്? പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ പറയാം. എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ കൂടാതെ ഒരു മോളും കൂടി ഉണ്ടായിരുന്നു, ഡെയ്സി, എൻ്റെ പെങ്ങൾ. എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. എനിക്ക് എൻ്റെ മോളെ പോലെയായിരുന്നു അവള്. പഠിക്കാൻ വലിയ മിടുക്കിയായിരുന്നു, എല്ലാത്തിലും ഫസ്റ്റ് റാങ്ക്. അങ്ങനെ ഒരിക്കല് പുറത്തു പോയി പഠിക്കാനുള്ള ചാൻസ് അവൾക്ക് കിട്ടി. ആ ഓപ്പർച്യൂണിറ്റി കളയണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും അവളെ വിട്ടു. അവൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും അവൾ അവിടെ നന്നായി തന്നെ പഠിച്ചത്. പിന്നെ ഞങ്ങൾ നിത്യവും മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവൾ ദിവസവും വിളിക്കുമായിരുന്നു. ഒരിക്കല് അവൾ വിളിച്ചില്ല, പിറ്റേ ദിവസം അവൾ വിളിച്ചില്ല, അങ്ങനെ ഒരാഴ്ച അവൾ വിളിച്ചില്ല. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോഴും ഫോൺ എടുക്കുന്നുമില്ല. സംശയം വന്നപ്പോൾ എന്നെ ഇച്ചായനെയും പപ്പമാർ അവിടേക്ക് വിട്ടു. അങ്ങനെ അവിടെ തപ്പിപ്പിടിച്ച് അവൾ താമസിക്കുന്ന വീട് കണ്ടുപിടിച്ചു. കുറേ നേരം കോളിംഗ് ബെല്ലടിച്ചിട്ട് വാതിൽ തുറക്കണ്ടായപ്പോൾ ഫോൺ വിളിച്ചു. ഉള്ളിൽ ഫോൺ കിടന്ന് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനേട്ടനൊന്നും നോക്കിയില്ല, വാതിൽ തള്ളി പൊളിച്ച് ഉള്ളിൽ കയറിയപ്പോൾ ഒരാഴ്ച പഴക്കമുള്ള ഞങ്ങളുടെ പെങ്ങളുടെ ശവം കിട്ടി. പീഡിപ്പിച്ചത് അവിടെയുള്ള വലിയ മാഫിയ ടീംസ്. പോലീസുകാരോട് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് പേടി, അവരെ തൊടാൻ ഭയങ്കര പേടി. പോലീസുകാരുടെ ജീവിതം ആപത്താവെന്ന് പറഞ്ഞ് അവർ ആ കേസ് കൈയൊഴിഞ്ഞു. പക്ഷേ സ്വന്തം പെങ്ങളെ നഷ്ടപ്പെട്ട ഒരു സഹോദരന് ഒരിക്കലും അവന്മാരെ വെറുതെ വിടാൻ കഴിയില്ലല്ലോ. ഞാനും എൻ്റെ ഇച്ചായും കൂടി ഇറങ്ങി ഞങ്ങൾക്ക് കഴിയുന്ന പോലെ അവരെ കണ്ടുപിടിച്ച് കൊന്നു. അവസാനം മാഫിയ വീട്ടിലെ കിങ്ങിനെ കൊന്നതിൻ്റെ പേരിൽ എനിക്കൊരു കിരീടം നൽകി, ദ അനദർ മാഫിയ കിങ്. അത് ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് അവിടെയുള്ള ഒരുപാട് മാഫിയസായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അവസാനം സേവിയർ
ഒരു മാഫിയ കിങ്ങായി മാറി. അപ്പോൾ പപ്പമാരും മമ്മിമാരും ഇതൊന്നും അറിഞ്ഞില്ലേ? അവൾ മരിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതൊരു ആക്സിഡന്റ് ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവളുടെ ശരീരത്തിൽ പറ്റിയ മുറിവിനെ കുറിച്ചോ അവളെ ആരൊക്കെ കൂടി ചേർന്ന് വേദനിപ്പിച്ചു എന്നൊന്നും ഞാൻ പറയാൻ നിന്നില്ല. ആ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി അത് പറഞ്ഞ അവർ ചങ്കൂട്ടി തകർന്നു. സോ ഇതാണ് എന്നെ മാഫിയാക്കിയത്. എന്താ വിളിച്ചേ? ഒന്നുകൂടി വിളിച്ചേ. ഇച്ചായ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വളച്ചു കേട്ടുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് 3 വർഷമായില്ലേ. മോൾക്കിപ്പോൾ നടക്കാനും സംസാരിക്കാനും ഒക്കെയായി. ഇന്നലെ ഇച്ചായും ഇച്ചേച്ചിയും വിളിച്ചിരുന്നു. അവർക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം അറിയാലോ. അവർ അമേരിക്കയിൽ സെറ്റിൽ ആവാൻ പോവാ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും മോളും കൂട്ടി അവരുടെ അടുത്തേക്ക് ചെല്ലാൻ. അവർ നോക്കിക്കോളാന്ന്. എന്നുവെച്ചാ ഇനി ഇച്ചായൻ ബുദ്ധിമുട്ടുണ്ടാന്ന്. ഞങ്ങൾ ഇത്ര കാലം നോക്കിയില്ലേ. ഇനി എല്ലാവരോടും എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞോളൂ. ഇനിയും കുറെ കാലം കൂടി ഞാൻ ഇവിടെ നിന്നാ എനിക്കിവിടുന്ന് വരാൻ പറ്റാണ്ടാവും. ഇത്രയും നാൾ എല്ലാവരും തന്ന സ്നേഹത്തിനും കരുതലിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അവരെ ചതിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ ഇത്രയും നാൾ അവരെല്ലാവരെയും നിന്ന് ചതിക്കായിരുന്നില്ലേ. നിങ്ങളുടെ ഭാര്യയെല്ലാം ഞാനെന്ന് അവരറിഞ്ഞു കഴിഞ്ഞു. അവർക്കൊക്കെ എത്രത്തോളം വിഷമമാണെന്ന് എനിക്കറിയാം. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയി അവരെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. അമ്പോ എന്ത് ഭംഗിയാ കാണാൻ. സൂപ്പർ ആയിട്ടുണ്ട്. ഇനി പോയിട്ട് വേറൊരു പടം വരയ്ക്ക്. പപ്പനെ വരച്ചിട്ട് വാ. ഇവൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ എന്ത് ചെയ്യും? കുഞ്ഞല്ലേ ചായ, എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതി, അത് വിശ്വസിച്ചോളൂ. അപ്പൊ നീ പറഞ്ഞിരുന്നത് എന്റെ കൊച്ചിനെ അച്ഛനില്ലാണ്ട് നീ വളർത്തുന്നു. പിന്നെ ഞാൻ എന്തേ ചായ ചെയ്യേണ്ടത്? അച്ഛനുള്ളതിനേക്കാളും ഭേദം അച്ഛനില്ലാണ്ടിരിക്കുന്നത് തന്നെയാ നല്ലത്. അപ്പൊ നീ പറഞ്ഞിരുന്നത് ഞാനൊരു നല്ല അച്ഛനല്ലെന്നാണോ? അങ്ങനെയല്ലേ ചായ ഞാൻ പറഞ്ഞത്. ഞാൻ കുഞ്ഞിയുടെ അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഹേയ്, കുഞ്ഞിയുടെ അച്ഛൻ ഞാനാണ്. അവള് പപ്പാന്ന് വിളിച്ചിരിക്കണ എന്നാ മാത്രമാണ്. ഇച്ചായ അത് അവൾക്ക് ജന്മം കൊടുത്തവൻ വേറെ ആരും ആയിക്കോട്ടെ, അവൾ ഇത്ര വല്ല വളർത്തി വലുതാക്കിയത് ഈ ഞാനാണ്. അപ്പോൾ അച്ഛന്റെ സ്ഥാനം എനിക്ക് മാത്രമുള്ളതാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവരൊക്കെ ഉപേക്ഷിച്ച് ശരിക്കും നിനക്ക് പോകാൻ തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ ഈ നാടകം മുന്നോട്ട് പോട്ടെ. അത് വേണ്ട ഇച്ചായ, അത് ശരിയാവില്ല. കാരണം ഇച്ചായൊരു ജീവിതമുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വയസ്സുണ്ട്. നിങ്ങളൊരു കല്യാണം കഴിച്ച് നല്ലൊരു ജീവിതം ജീവിക്കേണ്ട ആള് ഞങ്ങൾക്ക് വേണ്ടി ഈ ജീവിതം മാറ്റി വെക്കരുത്. ഞാൻ കാരണം ഒരാളുടെ ജീവിതം ഇല്ലാണ്ടാവുന്ന കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇവിടുന്ന് മാറി നിന്നാൽ അത് അത്രയും വലിയ ഉപകാരമാവും. ഞാൻ നിന്നെ മിന്നുകെട്ടി തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇച്ചായ എന്തീ പറയുന്നത്? ഇഷ്ടമാണ് ഒരുപാട് നിന്നെയും നമ്മുടെ മോളെ. വേണ്ട, അത് നടക്കണ്ട. അത് വേണ്ട ഇച്ചായ. എന്തുകൊണ്ട്? മനസ്സിലാക്കി ഇച്ചായ, ഞാൻ ഒരിക്കലും കല്യാണം കഴിച്ചവളാ, ഒരാൾക്ക് ശരീരം കൊടുത്തവളാ, ഒരു കുഞ്ഞിന് ജീവൻ നൽകിയവള്. പക്ഷെ ഇച്ചായൻ അങ്ങനെയല്ല, ജീവിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ജീവിതം കളയരുത് പ്ലീസ്. എന്തിനെന്നെ തിരിച്ചു ചുംബിച്ചത്? ഞാൻ അത് ജെയിംസിന്റെ അടുക്കൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഡിവോഴ്സ് നോട്ടീസാണ്. വേഗം സൈൻ ചെയ്ത് ആ ബന്ധം ഇല്ലാണ്ടാക്കാൻ നോക്ക്. നാളെ നമുക്ക് മിന്നെ കിട്ടാനുള്ളതാ. ഇച്ചായ, നീ ചോദിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഹന്നമോൾ, അവള് മാത്രം മതി നമുക്ക്. വേറൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ നിൽക്കണ്ട. ഇനി ഭാവിയിൽ അവൾ ഒരിക്കലും അവളുടെ അച്ഛൻ ഞാനല്ലെന്ന് തിരിച്ചറിയാൻ പാടുള്ളതല്ല. ഇനി എന്തിനാ കറിയുന്നത്? സന്തോഷം വന്നിട്ട് ഒരുപാട് വൈകിട്ടാണെങ്കിലും ദൈവം എനിക്കൊരു നല്ല മനുഷ്യനെ തന്നെ തന്നല്ലോ, ആ സന്തോഷം. ദൈവത്തിനോട് മാത്രമുള്ള സന്തോഷം എന്നോട് സന്തോഷം കാണിച്ചൂടെ? എങ്ങനെ? എങ്ങനെ? ഇഷ്ടമാണടി വേണേ ഒരുപാട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ചായ.
ஆனந்தயாழை மீட்டுகிறாய் அடி நெஞ்சில் வண்ணம் தீட்டுகிறாய் அன்பனும் கூடையே நீட்டுகிறாய் அதில் 1000 மழை துளி கூட்டுகிறாய் இரு நெஞ்சம் இணைந்து பேசிட உலகில் பாஷைகள் எதுவும் தேவையில்லை சிறு புல்லில் உறங்கும் பனியில் தெரியும் மலையின் அழகோ தாங்கவில்லை உந்தன் கைகள் பிடித்து போகும் வழி அது போதுவில்லை இன்னும் வேண்டுமடி இந்த மண்ணில் இது போல் யாரும் இங்கே எங்கும் வாழவில்லை என்று தோன்றுதடி ஆனந்த யாழை மீட்டுகிறாய் அடி நெஞ்சில் வண்ணம் தீட்டுகிறாய். അന്ന മോളെ ഇപ്പൊ എത്ര വയസ്സായി? 10. അമ്മേ വലിയ കുട്ടിയായി. അതെ അങ്കിൾ, ഞാൻ വലിയ കുട്ടിയായി. അതെ അതെ, ചുന്ദരമണി. ഏച്ചായി ആ ഡാ ഞാനും ക്ലാര അമേരിക്കയിലോട്ട് പോവാണ്. ഇനി ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരും. അപ്പൊ നീ കുറുമ്പി പെണ്ണ് വലിയ കുട്ടിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോ എന്നും കാണാണ്ടിരിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് എപ്പോഴും വീഡിയോ കോൾ വിളിക്കണം കേട്ടോ. ശരി. ഈ ചേച്ചി സിലിന മോളെ 5 വർഷത്തേന്ന് അങ്ങോട്ട് പോകും. ഞങ്ങൾ അത് കഴിഞ്ഞ് വേഗം വരാം കേട്ടോ. ടേക്ക് കെയർ യു ബോത്ത്. യു ടു. കുറുമ്പി ഓടലേടി. ഞാനോടും. ദേ പപ്പയോട് പറഞ്ഞു കൊടുത്ത് അടി വാങ്ങിപ്പിക്കും ഞാൻ. ഇല്ല ഇല്ല ഞാൻ എന്റെ മോളൊന്നും ചെയ്യില്ല. എടി വേണ്ടട്ടോ. ഹോ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒറ്റ കിട്ടും. ഞാൻ പോണു. ആ അമ്മ പെണങ്ങിനെ എന്ത് ചെയ്യും? അമ്മ നമുക്ക് പോയി സൂപ്പിടാം. എങ്ങനെ? അച്ഛൻ നമ്മുടെ വലത്തെ കവളിലും ഞാൻ നമ്മുടെ ഇടത്തെ കവളിലും ഉമ്മ കൊടുക്കാം. ഓക്കെ സെറ്റ്. ഉമ്മ. രണ്ടെണ്ണത്തിനെ കൊണ്ട് ഞാൻ തോറ്റു. ഹലോ. ആ ഞാൻ ദാ വരുന്നു. ചേച്ചു നീ ഇതെങ്ങോട്ടാ? ഞാൻ പുറത്ത് പോയിച്ചും വരാം അമ്മേ. ഒരു 1/2 മണിക്കൂറിൽ തിരിച്ചു വരും. എന്തിനാ ഈ നേരത്തെ ഒരു പോക്ക്? അത്യാവശ്യമായതുകൊണ്ടാ. ഞാൻ വേഗം വരാം. സൂക്ഷിച്ചു പോയിട്ട് വേഗം വരാൻ നോക്ക്. ആ ശരി. ഇച്ചായ ഒന്ന് നിന്നേ. എന്നതാ? എന്തു പറ്റി? എന്തോ എന്തോ വരാൻ പോകുന്നത് പോലെ തോന്നി ഇച്ചായ. എന്ത് പറ, ഈ മാഫിയ കിങ് സേവിയർ ഉള്ളപ്പോ ഒന്നും വരാൻ പോകുന്നില്ല. അവൾ കൊച്ചിനും കുട്ടി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അത് തന്നെ ഇച്ചായ എന്റെയും പേടി. എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പോയിട്ട് വേഗം വരാം. ശരി, പോയിട്ട് വാ. ലവ് യു. ലവ് യു മോർ. ചച്ചു വന്നെന്നാണ് തോന്നുന്നത്. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ആ ഇച്ചായ. ആരാ മനസ്സിലായില്ല? സേവിയറിന്റെ പപ്പയാണല്ലേ? ആ അതെ, ഞാൻ ബെഞ്ചമിൻ, സേവിയറിന്റെ ഏറ്റവും അടുത്ത ശത്രുവാ. എനിക്ക് മനസ്സിലായില്ല. ഒരിക്കലേ അവനൊരു മാഫിയ കിങ് ആവാൻ വേണ്ടി എൻ്റെ ഏട്ടനെ കൊന്നിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ വരാണ്ടിരുന്നത് അവൻ കുറച്ചു കാലം സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇനി അതില്ല. അവന് വേരോടെ പിഴുതെറിയാൻ അവൻ്റെ കുടുംബത്തെ എല്ലാത്തിനെയും കൊന്നാ മതി. എന്റെ കർത്താവേ, കുഞ്ഞി ഇങ്ങോട്ട് വന്നേ. എന്താ മമ്മി? അതെ, ഇപ്പൊ നമ്മളൊരു ഗെയിം കളിക്കാൻ പോവാ. എന്ത് ഗെയിം? ഹൈഡ് ആൻഡ് സീക്ക്. ആ, മമ്മി വിളിക്കോ ഞാൻ വിളിക്കണോ? മോൻ വിളിച്ചാൽ മതി. എവിടെ വെള്ളം വിളിക്കാം, പക്ഷെ ആരും കണ്ടുപിടിക്കരുത്. മമ്മി മാത്രല്ല, ഇവിടെ ഉള്ള ഒരാൾ പോലും കണ്ടുപിടിക്കരുത്. മമ്മി പറയാതെ മോൻ പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടോ. അപ്പൊ പപ്പയില്ലേ? പപ്പ വരും. മോനിപ്പോ പോയി ഒളിക്ക് ചെല്ല്. ശരി മമ്മി. അപ്പൊ ഇവരൊക്കെയാണല്ലേ സേവന് ഏറ്റവും പ്രിയപ്പെട്ടവര്. നീ സേവറിന്റെ ഭാര്യ അല്ലേ? പ്ലീസ് വേണ്ട, ഞങ്ങളൊന്നും ചെയ്യരുത്. അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്യുമ്പോ പറ ഇതൊക്കെ. എൻ്റെ ഇച്ഛാനില്ലാത്ത നേരം നോക്കി വന്ന് ഈ വീട്ടിലെ മുതിർന്നവരെ സ്ത്രീകൾ ഉപദ്രവിക്കാൻ തനിക്ക് നാണമില്ലേ? ആണിന്റെ വില കളയാനുണ്ടായിരിക്കുന്ന ഭീരു. ഡീ വേണ്ട നിൽക്കുമ്പോ തലേ കയറി ഇറങ്ങാൻ നിൽക്കുന്നു. നിനക്കെന്നെ ശരിക്കറിഞ്ഞൂടാ. ആദ്യം നിന്നെ കൊല്ലാന്ന് ഞാൻ വിചാരിച്ചത്. ഇനി വേണ്ട. ഇവരൊക്കെ ചാവുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കാണും. എന്നിട്ട് നീ ചത്താ മതി. അയ്യോ വേണ്ട പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ആരൊന്നും ചെയ്യരുത്. കരയി, ഒരുപാട് കരയി. എനിക്ക് പെണ്ണുങ്ങളെ കരയുന്ന കാണുമ്പോൾ വല്ലാത്തൊരു വികാരമാണ്. എടാ ദുഷ്ട, പ്ലീസ് ഒന്നും ചെയ്യരുത്. അവരെ വിട്.
ഈ ഉമ്മറത്തെ വാതിലൊക്കെ തുറന്നു വെച്ചിട്ട് അവരങ്ങോട്ട് പോയേ. പപ്പ, മമ്മി, സെലിൻ. സെലിൻ മോളെ, എന്താ എന്താ പറ്റിയത്? ഇത്ര നേരമായിട്ട് മമ്മിനെ കാണുന്നില്ലല്ലോ. എന്തിനാ പപ്പ മമ്മീനെ കുത്തിയത്? മോളെ, പപ്പയല്ല. പപ്പ എന്റെ അടുത്തിട്ട് വരണ്ട, കുഞ്ഞിക്ക് പേടിയാ. ഇല്ല കുഞ്ഞ്, പപ്പ ഒന്നും ചെയ്തിട്ടില്ല. മമ്മി മമ്മി എനിക്ക് പേടിയാന്നു, എന്റെ അടുത്തിട്ട് വരണ്ട. അവിടെ ഒച്ചയും ബഹളമൊക്കെ കേട്ട് അയൽവാസികളും നാട്ടുകാരൊക്കെ കൂടി. കുറച്ചു കഴിഞ്ഞപ്പോൾ പോലീസും വന്നു. അത്രയും പേരുടെ മരണവും ആരാണ് ആ കൊലപാതകം ചെയ്തതെന്ന് ചോദിച്ചപ്പോഴും ഹന്ന, നീ പറഞ്ഞ മറുപടി നിന്റെ പപ്പ കൊന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ അവനെ ആ കത്തി വലിച്ചൂരുന്ന സമയത്താ നീ അത് കണ്ടതല്ല. അമേരിക്കയിലോട്ട് പോയിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഒരു നിർവൃതിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിസ കിട്ടിയില്ല. നാട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കൂടാതെ ബെഞ്ചമിൻ ഇതിൽ ഒരുപാട് കൈയെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ CCTV എല്ലാം ഹൈഡായി. എല്ലാം നിന്റെ അച്ഛൻ്റെ തലയിലായി. സേവ്യറായി. പിന്നെ എല്ലാവരും കൊന്നത്. തൻ്റെ കൺമുമ്പിൽ തനക്ക് പ്രിയപ്പെട്ടവരെല്ലാവരും മരണപ്പെട്ടപ്പോൾ താൻ ജീവന് തുല്യം സ്നേഹിച്ച് തൻ്റെ മകൾ തന്നെ കുറ്റക്കാരനാക്കിയപ്പോഴും അവനെല്ലാം മകനും ഭർത്താവും അച്ഛനും എല്ലാം വേദനിച്ചിരുന്നു. അവനെ ഒന്ന് താങ്ങി നിർത്തി സമാധാനിപ്പിക്കാൻ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നിന്റെ ഉത്തരവാദിത്തം അത് നിന്റെ അമ്മയുടെ ചേട്ടന് കിട്ടി. അങ്ങനെയാ സാമുവൽ നിന്നെയും കൊണ്ടുപോയത്. പക്ഷെ ഇതേ സമയം ജയിലിൽ കിടന്ന സേവ്യറിനെ കാണാൻ ബെഞ്ചമിൻ പോയിരുന്നു. കരയുന്നു. ദ ഗ്രേറ്റ് മാഫിയ കിങ് സേവ്യർ കരയുന്നു. ഒട്ടും ഇങ്ങനൊരു കണ്ടുമുട്ടൽ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്റെ ചേട്ടനെ നീ കൊല്ലുമ്പോ ഒന്ന് ആലോചിക്കേണ്ടായിരുന്നു, അയാൾക്ക് ഇങ്ങനെ ഒരു അനിയനുണ്ടെന്ന്. അല്ലായിരുന്നെങ്കിൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കായിരുന്നില്ലേ? വെറുതെ ഇവിടെ വന്ന് പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ജീവപര്യന്തല്ലേ കിട്ടിയിരിക്കുന്നത്. തനിക്കൊരു മോളും കൂടി ഉണ്ടായിരുന്നല്ലേ? അതറിയാൻ ഞാൻ വൈകി. എങ്കിലും അവളുടെ റോള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല നിന്നെ ആ കൊച്ചു കൊലയാളിയാക്കുന്നു. പക്ഷേ അതെനിക്കിഷ്ടായി. നീയൊന്ന് ഓർത്തു വെച്ചോ ബെഞ്ചമിൻ, ഞാൻ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കുമെങ്കിലും പരോൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിന് ഞാൻ ഇറങ്ങും. അന്ന് ഈ സേവർ ആരാന്ന് നീ അറിയും. ഒന്നും ചെയ്യാതെ തന്നെ ജയിൽ ശിക്ഷ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്തിട്ടാവാം. നമുക്ക് കാണാം. പരോള് കഴിഞ്ഞ ദിവസം തന്നെ അവനെ കൊന്നു, ഇല്ലാതാക്കി. അങ്ങനൊരു മനുഷ്യൻ തന്നെ ഈ ഭൂമിയിലില്ല എന്ന രീതിയിൽ. അതിനുശേഷം എല്ലാ പരോളിനും അവൻ ഇറങ്ങും എന്നെ കാണാൻ വേണ്ടി. പക്ഷെ നിനക്ക് അവനെ കാണേണ്ട പേടിയാണെന്നും പറഞ്ഞ് മാറി നിന്നു. അപ്പോഴൊക്കെ എല്ലാ തെളിവുകളും ഞാൻ കണ്ടുപിടിക്കാൻ നിൽക്കായിരുന്നു. എല്ലാം കണ്ടുപിടിച്ചപ്പോഴത്തേനും ഒരുപാട് വൈകിപ്പോയി. നീ വിചാരിക്കുന്ന പോലെ ഒരു ദുഷ്ടനൊന്നുമല്ല നിന്റെ അച്ഛൻ. സേവ്യറിന്റെ സ്നേഹം രക്തബന്ധങ്ങളെക്കാൾ വലുതായിരുന്നു. അതിരുകൾക്കപ്പുറം അവൻ നിന്നെ സ്നേഹിച്ചിരുന്നു. സ്വന്തം ജീവനെ ഇരയെ കൊടുത്താലും നിന്റെ ഭാവി സുരക്ഷിതമാക്കണമെന്നുണ്ടായിരുന്നു. നിനക്കവൻ സ്വന്തം അച്ഛനായിരുന്നില്ല, പക്ഷെ ഒരു അച്ഛനേക്കാൾ വലിയ സ്നേഹത്തോടെയാണ് നിനക്കവൻ തണലായത്. ലോകം അവനെ എന്തിന് നീ വരെ അവനെ കുറ്റക്കാരനെന്ന് വിളിച്ചപ്പോൾ പോലും അവൻ മിണ്ടാതെയിരുന്നു. കാരണം സത്യത്തെക്കാൾ വലിയൊരു കാര്യം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. നീ സുരക്ഷിതയാണെന്നുള്ള ഉറപ്പ്. കരയരുത്. നിന്നെ സത്യം പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല. നീ കണ്ടതല്ലേ നീ വിശ്വസിക്കൂ. പക്ഷേ അതിനുമപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നീ വിചാരിക്കുന്നതിലും അതിരുകൾക്കപ്പുറം അവൻ നിന്നെ സ്നേഹിച്ചിരുന്നു. അവിടെ അവൻ്റെ രക്തമാണെന്നോ വേറൊരു കുഞ്ഞാണെന്നോ ഒന്നും അവൻ നോക്കിയില്ല. അവൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു, ഇപ്പോഴും എപ്പോഴും. ഡാനി, എനിക്ക് പപ്പയെ കാണണം. വാ. ജയിച്ചു അല്ലേ? അച്ഛൻ എന്ന രീതിയിൽ നിങ്ങൾ ജയിച്ചു, മകൾ എന്ന രീതിയിൽ ഞാൻ തോറ്റു. എല്ലാം എൻ്റെ തെറ്റാ, എൻ്റെ മാത്രം തെറ്റ്. സത്യം മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല. ജീവൻ തന്ന തന്ത വേണ്ടെന്ന് വെച്ചപ്പോൾ എന്തിനെന്നെ നോക്കിയത്? എന്തിനാ നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിൽ എഴുതി വെച്ചത്? എല്ലാം ഞാൻ കണ്ടു. നിങ്ങൾ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ച് എല്ലാം എൻ്റെ പേരിൽ എഴുതി വെച്ചേക്കുന്നത്. അതിന് ഞാൻ നിങ്ങളുടെ മോളല്ലല്ലോ. എന്നിട്ട് എന്തിന്? പപ്പ കുഞ്ഞോട് ക്ഷമിക്കില്ല. കുഞ്ഞൊരു തെറ്റ് ചെയ്തു പോയി. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. അടുത്തൊരു ജന്മം പപ്പയ്ക്ക് എനിക്കുണ്ടെങ്കിലും എനിക്ക് നിങ്ങളെ രണ്ടുപേരും എൻ്റെ പപ്പയും മമ്മിയായിട്ട് തന്നെ വേണം. അപ്പോൾ എനിക്ക് വേറൊരാളുടെ മകളാവണ്ട. നിങ്ങളെ രണ്ടുപേരും മാത്രമായാൽ മതി.
അന്ന് എനിക്ക് മുഴുവനായി കിട്ടാതെ പോയ സ്നേഹം എനിക്ക് മരണം വരെ ആസ്വദിക്കണം. എൻ്റെ കൂടെ എന്നും എൻ്റെ പപ്പയും മമ്മയും ഉണ്ടാവണം. ഈ പ്രാവശ്യം എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ക്ഷമ തരാൻ പറ്റുന്ന തെറ്റല്ല ഞാൻ ചെയ്തത്. പക്ഷെ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കുഞ്ഞല്ലേ ഞാൻ. ആൻ, ഇങ്ങനെ കരയല്ലേ പെണ്ണെ. ഡാനി, ഞാൻ എന്തൊരു പൊട്ട മോളാണല്ലേ. അങ്ങനൊന്നും ഇല്ലടി. വെറും ഒരു 10 വയസ്സുകാരിക്ക് മനസ്സിൽ വന്നൊരു കാര്യം അതവൾ അന്ന് പറഞ്ഞു. അതെത്ര വലിയ തെറ്റാണെന്ന് അവൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കണ്ടുപിടിച്ചപ്പോൾ അതിനുള്ള മാപ്പ് ഭാഷയിലൂടെ പറഞ്ഞില്ലേ, നിന്റെ പപ്പയും മമ്മയല്ലേ, അവര് നിനക്ക് മാപ്പ് തരും. പിന്നെ വേറെ ആര് തരാനാ? അവരുടെ മുമ്പിൽ നിന്ന് നീ ഇങ്ങനെ കരയരുത്. അവരേറ്റവും കൂടുതൽ നീ ചിരിച്ചു കാണുന്ന മുഖം കാണാൻ ആഗ്രഹിക്കുന്നത്. മതി കരഞ്ഞത്. അവരോട് ബൈ പറയും. ഇനി എന്നും നമുക്ക് ഇവിടെ വന്ന് പൂവയ്ക്കാം. ശരി.